ഹലോ നീറ്റ് ആസ്പിറൻസ്. എടാ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷനിൽ നമ്മൾ കോ ഡോമിനൻസിൽ എബിഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? സോ നീറ്റ് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? ആസ് പെർ എബിഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം, ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ഈസ് ബി പോസിറ്റീവ്, മദർ ഈസ് എ പോസിറ്റീവ് ആൻഡ് ചൈൽഡ് ഈസ് O positive. Their respective genotype can be. നമുക്കറിയാം എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഐ ആവാം, ബി ആണെങ്കിൽ ബി ആണെങ്കിൽ ഐ ബി ക്യാപിറ്റൽ ഐ ബി അല്ലേ? അതുപോലെ ഐ ഹെട്രോസൈഗസ് ആവാം. ഇനി കുഞ്ഞ് ഓ എന്നാ പറഞ്ഞ ഓ ആണെങ്കിൽ എന്തായാലും നമുക്കറിയാം സ്മോൾ ഐ അല്ലേ അവരെ ജീനോടൈപ്പ് വരുന്നത്. അപ്പം അച്ഛനിലും അമ്മയിലും അല്ലേ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഐ വരണം, എന്നാലല്ലേ കുഞ്ഞ് ഓ ബ്ലഡ് ഗ്രൂപ്പ് ആവുള്ളൂ അല്ലെ? രണ്ടാളിലും ഐ വരണ്ടേ? അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഐ ഉണ്ട്, ഐ ഉണ്ട്, ഐ ഉണ്ട് അല്ലെ? സ്മോൾ ഐ ഉണ്ട്. അപ്പം അച്ഛൻ ബി ആവുമ്പം ഇതാവാം, എ ആവുമ്പം ഇതാവാം. കറക്റ്റ് ആണ്. അപ്പൊ എ എന്തായാലും വരുന്നു കേട്ടോ. ബി വരുമോ? ഐ എന്ന് പറയുമ്പോൾ അതിൽ സ്മോൾ ഐ വന്നില്ലല്ലോ. ഒരു സ്മോൾ ഐ വന്നാലല്ലേ ക്രോസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് ഓ ബ്ലഡ് ഗ്രൂപ്പ് വരുള്ളൂ. സോ ബി വരൂല. ഇനി ഇവിടെ എടാ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ഓ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? അപ്പൊ അതല്ല, അവിടെ എ ബി എന്നൊക്കെ തന്നത്. ഓക്കെ, ഇവിടെ ഏതാണ്? നിങ്ങൾ ഇവിടെ നോക്ക്, ഇവിടെ അച്ഛൻ എ ബ്ലഡ് ഗ്രൂപ്പ് ആണോ? അല്ല. അപ്പൊ അതല്ല. അച്ഛൻ ബി ആണ്, അമ്മ എ ആണ്, കുഞ്ഞ് എ ബി ആണോ? കുഞ്ഞ് ഓ പോസിറ്റീവ് അല്ല. അപ്പൊ ഇതല്ല. അപ്പൊ എ മാത്രമാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയ ആൻസറിൽ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. എ ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സോ മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.